എല്ലാവർക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കെമിസ്ട്രിയുടെ അല്ലേ? അപ്പോൾ മോഡൽ എക്സാമിൽ നിന്നിട്ടും എന്തൊക്കെ മാറ്റങ്ങളാണ് ബോർഡ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും എന്നത് തന്നെയാണ് നമുക്ക് മോഡൽ എക്സാമിൽ നിന്ന് മനസ്സിലാക്കിയത്. പല കുട്ടികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 100 മാർക്കിനോളം ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ അവർക്കൊക്കെ ഫുൾ മാർക്ക് കിട്ടും ആസ് യൂഷ്വൽ. അതുപോലെ തന്നെ ഈ ബോർഡ് എക്സാമിനും ഫുൾ മാർക്ക് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി എന്ന സെക്ഷനിൽ നിന്നിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ഡയറക്റ്റ് അങ്ങ് ചോദിക്കുകയാണ്. സാധാരണ മറ്റു വർഷങ്ങളിൽ ചോദിക്കുന്ന സമയത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല. ഡയറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഏകദേശം ഓർഗാനിക് കെമിസ്ട്രിയുടെ 4 ചാപ്റ്റർ, ഹാലാൽക്കീൻസ്, ആൽക്കഹോൾസിൻ്റെ ചാപ്റ്റർ, ആൽഡിഹൈഡിൻ്റെ, ആൽക്കഹോൾസിൻ്റെ 2 ചാപ്റ്റർ, അതിനുശേഷം അമൈൻസിൻ്റെ ചാപ്റ്റർ, അങ്ങനെ 4 ചാപ്റ്റർ നമ്മൾ ഡീൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൽ വളരെ കുറച്ച് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്താൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഏകദേശം ഒരു 10 പേജോളം വരത്തേ ഉള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇപ്പോൾ 37ാമത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ 37 ക്വസ്റ്റ്യൻ നമ്മൾ 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നുണ്ടെങ്കിൽ അവിടെയാണല്ലോ ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ അവിടെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബീറ്റ എലിമിനേഷൻ റിയാക്ഷനാണ് അവിടെ തന്നിരിക്കുന്നത്. ഇത് ഏത് ചാപ്റ്ററിൽ നിന്ന് വന്നതാണെന്ന് ചോദിച്ചാൽ ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നതാണ്. ഹാലോ ആൽക്കെയിൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 റിയാക്ഷനാണുള്ളത്. ആ 3-1 നമുക്ക് ബോർഡ് എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റും. ആ 3-1 ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. അതിലെ ബാക്കി 2 ഏതാണെന്ന് ചോദിച്ചാൽ ഒരെണ്ണം SN1 റിയാക്ഷനും ഒരെണ്ണം SN2 റിയാക്ഷനുമാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹൈഡ്രജൻ ഹാലജൻ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പം ഒരു ആൽക്കേനകത്ത്, സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ളൊരു ആൽക്കേനകത്ത് ഒരു ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിനെ നമുക്ക് ആൽഫ കാർബൺ എന്ന് പരിഗണിച്ചാൽ ഈ കാർബണിൻ്റെ തൊട്ടപ്പുറത്ത് ഉള്ള കാർബണിനെ ബീറ്റ കാർബൺ എന്നും അവിടുത്തെ ഹൈഡ്രജനെ ബീറ്റ ഹൈഡ്രജൻ എന്നും ഈ കാർബണിന് തൊട്ടടുത്ത കാർബണിനെ ബീറ്റ കാർബൺ എന്നും അവിടുത്തെ ഹൈഡ്രജനെ ബീറ്റ ഹൈഡ്രജൻ എന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എന്നാണ് ഇതിൻ്റെ ജനറൽ പേര്. അതായത് ഇവിടെ ബ്രോമിനും ബീറ്റ ഹൈഡ്രജനും എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഒരു ആൽക്കേനിൽ നിന്നിട്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ റെഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു ആൽക്കെയിൻ എടുത്തു. ആൽക്കെയിൻ എന്ന് പറയുന്നത് ഹാലോ ആൽക്കെയിൻ ആണ്, ബിക്കോസ് ഹാലജൻ ഉണ്ട്. അപ്പോൾ ആ ഹാലോ ആൽക്കെയിനകത്ത് നമ്മൾ കോൺസെൻട്രേറ്റഡ് KOH ആണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ NCERT ടെക്സ്റ്റിൽ OH- ഉള്ളൂ. അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഇവിടെ 1 2 3 4 5 5 കാർബണുള്ള കോമ്പൗണ്ടാണ്. സോ 5 കാർബണുള്ള ഈ ഹൈഡ്രജനും ഹാലജനും എലിമിനേറ്റ് ചെയ്താൽ അവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പം 5 കാർബണുള്ള ഒരു ഹൈഡ്രോ കാർബൺ ചെയിനും അതിലൊരു ഡബിൾ ബോണ്ട് ഉള്ള പ്രോഡക്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഡബിൾ ബോണ്ട് വേണമെങ്കിൽ ഒരു എൻഡിൽ ആവാം, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് വേണമെങ്കിൽ മിഡിൽ പൊസിഷനിൽ വേണമെങ്കിലും വരാം. അപ്പോൾ ഇങ്ങനെ 2 പോസിബിലിറ്റീസ് ആണുള്ളത്. അപ്പം ഇങ്ങനെയാണ് 2 പ്രോഡക്റ്റ് എഴുതുന്നത്. പെൻറ്റ് 1E ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്, പെൻറ്റ് 2E ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ക്ലിയർ? അപ്പം ഇതിൽ പെൻറ്റ് 2E മേജർ പ്രോഡക്റ്റ്. അതെന്തുകൊണ്ട് മേജർ പ്രോഡക്റ്റ് ആയി എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഈ ഒരു സെക്ഷൻ പരിഗണിച്ചാൽ ഈ കാർബൺ അടങ്ങിയിരിക്കുന്ന ഒന്ന് വരച്ച് നോക്കിയാൽ ഈ കാർബൺ അടങ്ങിയിട്ടുള്ള ഈ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ്, ഈ ഒരു ഡബിൾ ബോണ്ടിന് റൈറ്റ് സൈഡിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഡബിൾ ബോണ്ടുള്ള ഒരു സെക്ഷൻ പരിഗണിച്ചാൽ റൈറ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഗ്രൂപ്പുകളൊന്നും ഇല്ല, ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പം മോസ്റ്റ് നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റേ ഉള്ളൂ. ഈ ഡബിൾ ബോണ്ടിന് ചുറ്റും ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ്, ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ്. സോ 2 സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട്. അപ്പം മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻസ് ഫോം ചെയ്യുക, അതാണ് ഫേവേർഡ്. സോ ദിസ് ഈസ് ദി മേജർ പ്രോഡക്റ്റ്. മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇത് വന്നിന്ന്? പെൻറ്റ് 2E ഈസ് മേജർ പ്രോഡക്റ്റ്. അപ്പോൾ ഇതാണ് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. ഇങ്ങനെ മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ആൽക്കീൻസ് ഫോം ചെയ്യുമെന്ന് പറയുന്ന റൂളാണ്
സെയ്റ്റ്സഫ് റൂള്. ആ റൂളും ആണ് അതിലുണ്ടായിരുന്നത്. അപ്പം സെയ്റ്റ്സഫ് റൂള് സ്റ്റേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഡ്യൂറിങ് ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഡീഹൈഡ്രോ എന്ന് വെച്ചാൽ ഹൈഡ്രജൻ, ഹാലജൻ എന്ന് വെച്ചാൽ ഹാലജൻ. അപ്പം ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഹാലജനും എലിമിനേറ്റ് ചെയ്യുന്ന റിയാക്ഷൻസ് പരിഗണിച്ചാൽ ഡ്യൂറിങ് ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷൻ ദി പ്രിഫേർഡ് പ്രോഡക്റ്റ് ഈസ് ആൻ ആൽക്കീൻ. അപ്പോൾ പ്രിഫേർഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ആൽക്കീനാണ് കിട്ടുന്നത്. വിച്ച് ഹാസ് ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദി ഡബിൾ ഇ ബോണ്ടഡ് കാർബൺ ആറ്റം. എന്ന് വെച്ചാൽ എന്താ? ഡബിൾ ഇ ബോണ്ടഡ് കാർബൺ ആറ്റത്തിന് ചുറ്റും ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രേറ്റർ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് അറ്റാച്ച് ചെയ്ത പ്രോഡക്റ്റാണ് എന്ത് ഫേവർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദി മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഈസ് ഫേവർഡ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ നോക്കുമ്പോൾ മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ എന്ന് പറയുന്നത് ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്, 2 ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ ഡബിൾ ബോണ്ടിന് ചുറ്റും ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് മാത്രമേ ഉള്ളൂ. സോ ഈ പ്രോഡക്റ്റാണ് ഫേവർ ചെയ്യുന്നത്. ദിസ് ഇസ് നൗൺ ആസ് സെയ്റ്റ്സഫ് റൂൾ. നിങ്ങളുടെ 37th ക്വസ്റ്റ്യൻ നോക്കിയാൽ ഈ ടോപ്പിക്കാണ് അവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അടുത്തതായിട്ട് നിങ്ങളുടെ 40ാമത്തെ ചോദ്യം, മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനിൽ 40ാമത്തെ ക്വസ്റ്റ്യൻ 40th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അമൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നിട്ടുള്ള അനദർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ കയ്യിൽ പ്രൈമറി, സെക്കൻഡറി, ടേർഷറി അമൈൻസ് തന്നിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കണ്ടുപിടിക്കാം? ഇതിലാരാണ് പ്രൈമറി അമൈൻ, ഇതിലാരാണ് സെക്കൻഡറി അമൈൻ, ഇതിലാരാണ് ടേർഷറി അമൈൻ എന്നിങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റായിരുന്നു അമൈനിൽ നിന്നുമുള്ളത്. അപ്പം അത് ഡയറക്റ്റ് ചോദിച്ചതാണ്. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഹൗ ടു ഡിസ്റ്റിങ്വിഷ് പ്രൈമറി, സെക്കൻഡറി, ടേർഷറി അമൈൻസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്, അങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട്. സോ ഈ ടെസ്റ്റ് അറിയപ്പെടുന്നത് ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന പ്രൈമറി, സെക്കൻഡറി, ടേർഷറി അമൈൻസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് പ്രൈമറി, സെക്കൻഡറി, ടേർഷറി അമൈൻസ്. ഓക്കെ. ഹിൻസ്ബർഗ് റിയേജൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ഹിൻസ്ബർഗ് റിയേജൻ്റ് എന്ന് പറയുന്നത് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് എന്ന് പറയുന്ന ആളാണ്. ബെൻസീൻ്റെ കൂടെ SO2Cl, അതാണ് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. ഇനി ഇവിടെ എന്താണ് കോൺസെപ്റ്റ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഹിൻസ്ബർഗ് റിയേജൻ്റ് എന്ന് പറഞ്ഞ ഒരാളെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അമൈൻസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പോകുന്നത്. സോ ഹിൻസ്ബർഗ് റിയേജൻറ്റ് അമൈൻസുമായിട്ട് റിയാക്ട് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൾഫോൺ അമൈഡുകൾ ഫോം ചെയ്യും. എന്താ? സൾഫോൺ അമൈഡുകൾ ഫോം ചെയ്യും. സോ അങ്ങനെയാണ് നമുക്ക് ഓരോ ആൾക്കാരുടെ റിയാക്ഷൻ എടുത്ത് വെച്ചിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പ്രൈമറി അമൈൻ എങ്ങനെയാണ് ഹിൻസ്ബർഗ് റിയേജൻറ്റുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതല്ലേ എന്താണ് പ്രൈമറി അമൈൻ എന്നൊക്കെ. അപ്പം പ്രൈമറി അമൈൻ എന്ന് പറഞ്ഞാൽ അമോണിയയുടെ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് NH3യുടെ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കടന്നു വരുന്നതാണ് പ്രൈമറി അമൈൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഒരു മാർക്കിന് ചോദിച്ചാൽ എഴുതാൻ അറിയാമല്ലോ ഇനി. അപ്പോൾ നമുക്ക് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് എടുത്തു, ഹിൻസ്ബർഗ് റിയേജൻറ്റ്, ബെൻസീൻ്റെ മുകളിൽ SO2Cl, ഇവിടെ ഒരു ഗ്രൂപ്പ് ആൽക്കൈൽ ഈതൈൽ ഗ്രൂപ്പ്, പിന്നെ NH2. അപ്പോൾ അമൈനാണല്ലോ, പ്രൈമറി അമൈനാണ്. അപ്പം ഹിൻസ്ബർഗ് റിയേജൻറ്റിലെ ക്ലോറിനും പ്രൈമറി അമൈനിലെ ഹൈഡ്രജനും കൂടെ റിമൂവ് ചെയ്യപ്പെടും. HCl റിമൂവ് ചെയ്യപ്പെട്ടാൽ ഈ നൈട്രജൻ വന്നിട്ട് ഈ സൾഫറുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടും. അത്രയേ ഉള്ളൂ ഇത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു അഡക്റ്റ് പ്രോഡക്റ്റ് കിട്ടി. ഇതൊരു ബെൻസീൻ സൾഫണമൈഡാണ്. N-ഈതൈൽ ബെൻസീൻ സൾഫണമൈഡാണ് ഫോം ചെയ്തത്. അപ്പം ഇത് സോലുബിൾ ഇൻ ആൽക്കലിയാണ്. അപ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആൽക്കലിയിൽ സോലുബിൾ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ അമൈൻ എന്ന് പറയുന്നത് പ്രൈമറി അമൈനാണെന്ന് പറയാൻ പറ്റും. നമുക്ക് സെക്കൻഡറി അമൈനുമായിട്ടുള്ള ഒരു റിയാക്ഷൻ നമുക്ക് നോക്കാമല്ലോ. സെക്കൻഡറി അമൈൻ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അമോണിയയുടെ 2 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് 2 ആൽക്കൈൽ ഗ്രൂപ്പ് കടന്നു വരുമ്പോഴാണ് സെക്കൻഡറി അമൈൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് സെക്കൻഡറി അമൈനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഇതുപോലെ നൈട്രജനിലെ ഫ്രീ ആയിട്ടുള്ള ഒരു ഹൈഡ്രജനും ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിലെ ഹിൻസ്ബർഗ് റിയേജൻറ്റിലെ ക്ലോറിനും തമ്മിൽ ചേർന്നിട്ട് HCl റിമൂവ് ചെയ്യുകയും ഈ നൈട്രജൻ വന്ന് ഈ സൾഫറുമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുകയും ചെയ്യും. ക്ലിയർ? ഇതിന് പറയുന്ന പേര് NN ഡൈ ഈതൈൽ ബെൻസീൻ സൾഫണമൈഡ്. ഓക്കെ. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആൽക്കലിയിൽ ഇൻസോലുബിൾ ആയിരിക്കും. അപ്പോൾ ആൽക്കലിയിൽ ഇൻസോലുബിൾ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത അമൈൻ എന്ന് പറയുന്നത് സെക്കൻഡറി അമൈൻ ആയിരിക്കും. ഇനി നമ്മൾ ടേർഷറി അമൈനുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ ടേർഷറി അമൈൻ ഇറ്റ് നോട്ട് റിയാക്ട് വിത്ത് ഹിൻസ്ബർഗ് റിയേജൻറ്റ്.
അപ്പം ടെർഷറി അമൈൻ ഒരിക്കലും ഹിൻസ്ബർഗ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ടെർഷറി അമൈൻ എന്ന് പറഞ്ഞാൽ അവിടെ അമോണിയയുടെ 3 ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് കടന്നു വരും. ദാറ്റ് മീൻസ് അവിടെ ഫ്രീ ആയിട്ടുള്ള ഹൈഡ്രജൻ ഇല്ല. സോ അവിടെ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ബെൻസിൻ സൾഫൈഡ് ക്ലോറൈഡിൻ്റെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് HCl റിമൂവ് ചെയ്തിട്ടല്ലേ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. സോ ടെർഷറി അമൈൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹൈഡ്രജൻ ഇല്ലാത്തത് കൊണ്ടിട്ട് ഈ റിയാക്ഷൻ ക്യാരിഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ടെർഷറി അമൈൻസ് ഹിൻസ്ബർഗ് ടെസ്റ്റിന് റെസ്പോണ്ട് ചെയ്യത്തില്ല. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഹിൻസ്ബർഗ് ടെസ്റ്റും പഠിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമൈൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അയാളെ ഹിൻസ്ബർഗ് റിയേജൻറ്റുമായിട്ട് ട്രീറ്റ് ചെയ്ത് നോക്കും. പ്രൈമറി അമൈനാണ് ഹിൻസ്ബർഗ് റിയേജൻറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നെങ്കിൽ ഉണ്ടാകുന്ന സൾഫർണമൈഡ് ആൽക്കലിയിൽ സോലബിൾ ആണ്. സെക്കൻഡറി അമൈനാണ് നമ്മുടെ ബെൻസിൻ സൾഫൈഡ് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നെങ്കിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ സൾഫർണമൈഡ് എന്ന് പറയുന്നത് ഇൻസോലബിൾ ഇൻ ആൽക്കലിയാണ്. ഇനി ടെർഷറി അമൈൻസ് ആണെങ്കിൽ ബെൻസിൻ സൾഫൈഡ് ക്ലോറൈഡിൻ്റെ കൂടെ റിയാക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക.